ശബ്ദത്തേക്കാൾ 5-10 മടങ്ങ് വേഗത. ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുകയാണ്. യുദ്ധമുണ്ടായാൽ റഡാറുകളെ വെട്ടിച്ച് മരണം വിതയ്ക്കുന്ന ഇന്ത്യയുടെ ആ 5 വമ്പൻ ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റിൽ ഒന്നാമൻ ബ്രഹ്മോസ് 2. റഷ്യയുമായി ചേർന്ന് ഇന്ത്യ വികസിപ്പിക്കുന്ന ഈ മിസൈലിന് മാക് 8 വേഗതയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗത. ഒരു നഗരം ആക്രമിക്കാൻ ഈ മിസൈലിനെ വെറും മിനിറ്റുകൾ മതി. ഇതിനെ വെടിവെച്ചിടാൻ നിലവിൽ ലോകത്ത് ഒരു വിദ്യയുമില്ല. രണ്ടാമത്തേത് HTS-DV. ഇതൊരു മിസൈലല്ല, പകരം ഭാവിയിലെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യയാണ്. 2020-ൽ ഇന്ത്യ ഇത് വിജയകരമായി പരീക്ഷിച്ചതോടെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പമുള്ള എലൈറ്റ് ക്ലബ്ബിൽ ഇന്ത്യയും ഇടം പിടിച്ചു. ഇന്ത്യയുടെ വരാനിരിക്കുന്ന എല്ലാ സൂപ്പർ സ്പീഡ് മിസൈലുകളുടെയും കരുത്ത് ഇതാണ്. മൂന്നാമത്തേത് LRASHM, എയർക്രാഫ്റ്റ് കാരിയർ കില്ലർ. 1500 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ ലക്ഷ്യം വെക്കുന്ന രഹസ്യ പദ്ധതി. ചൈനയുടെ വമ്പൻ കപ്പലുകൾക്ക് പോലും ഇന്ത്യയുടെ ഈ ഹൈപ്പർസോണിക് മിസൈലിന് മുന്നിൽ രക്ഷയുണ്ടാകില്ല. ഇന്ത്യൻ സമുദ്രത്തിന്റെ സുരക്ഷാ കവചമായി ഇത് മാറാൻ പോവുകയാണ്. നാലാമത്തേത് HGV. സാധാരണ മിസൈലുകൾ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഇവയ്ക്ക് ആകാശത്ത് വെച്ച് ദിശ മാറ്റാൻ കഴിയും. റഡാറുകളെ വെട്ടിച്ച് സിഗ്സാഗ് രീതിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇതിനെ ട്രാക്ക് ചെയ്യുക എന്നത് അസാധ്യമാണ്. ശത്രുവിന്റെ പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ഇതിലും മികച്ചൊരായുധമില്ല. അഞ്ചാമത്തേത് നേവിക്കായി വികസിപ്പിക്കുന്ന നെക്സ്റ്റ് ജെൻ ആയുധങ്ങൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഈ അത്യാധുനിക ആയുധങ്ങൾ സഹായിക്കും. ഇന്ത്യൻ നേവിയുടെ കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാവുന്ന ഈ വേഗതയേറിയ ആയുധങ്ങൾ മേഖലയിലെ ശക്തി സമവാക്യം തന്നെ മാറ്റും. ഹൈപ്പർസോണിക് ആയുധ മത്സരത്തിൽ ഇന്ന് ലോകരാജ്യങ്ങൾക്കൊപ്പം മുന്നിലാണ്. ഇന്ത്യയുടെ ഈ 5 ആയുധങ്ങളിൽ ഏതാണ് ശത്രുക്കൾക്ക് ഏറ്റവും കൂടുതൽ തലവേദനയാകുക എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആവേശകരമായ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.